സർ, തെരുവ് നായ ശല്യം അതിരൂക്ഷമായിക്കൊണ്ടിരിക്കുന്ന പലതരത്തിലുള്ള ഞെട്ടിക്കുന്ന വീഡിയോകളും അതിനെ ചുറ്റിപ്പറ്റിയുള്ള വാർത്തകളും വിവാദങ്ങളും ഒക്കെ കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. യഥാർത്ഥത്തിൽ തെരുവ് നായ ശല്യം എന്ന് പറയുന്നത് നമ്മുടെ സമൂഹത്തിൽ ഒരു പ്രശ്നമാണ്. തെരുവ് നായ്ക്കൾ സമൂഹത്തിലൊരു പ്രശ്നമാണോ എന്ന് ചോദിച്ചാൽ വലിയ ഒരു പ്രശ്നമായിട്ട് ഇത് മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇത് പല രീതിയിലും പല തരത്തിലും പലതരം എതിർപ്പുകളും സംസാരങ്ങളൊക്കെ നമ്മൾ ഒരു 10-20 കൊല്ലമായിട്ട് കേട്ടുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഇതിന് പരിഹാരമായിട്ട് ഈ തെരുവ് നായ്ക്കളെ കളഞ്ഞാലോ എന്ന് പറയാനും പറ്റത്തില്ല. കാരണം ഇതൊരു ജീവനാണ്. അപ്പോൾ ഇത് എങ്ങനെ ഉണ്ടാവുന്നു, എങ്ങനെ ഇത് ഉണ്ടാവുന്നത് കൺട്രോൾ ചെയ്യാൻ പറ്റണം, അല്ലെങ്കിൽ ഇത് ഇല്ലാതാക്കണം എന്നതിനെ കുറിച്ചാണ് നമ്മൾ ഇതിൽ വ്യാകുലപ്പെടേണ്ടത്. നിലവിലുള്ള നായ്ക്കളെ എന്ത് ചെയ്യണം, അങ്ങനെ വളരെ സിസ്റ്റമാറ്റിക് ആയിട്ടൊരു പ്ലാൻ ഇതിന് തയ്യാറാക്കണം. ഞാൻ ഈ വക വിഷയങ്ങൾ നമ്മുടെ മുഖ്യമന്ത്രിയായിട്ട് സംസാരിച്ച് അതിന് ചെറിയൊരു മാർഗരേഖയൊക്കെ ഞാൻ കൊടുത്തിട്ടുണ്ട്. പക്ഷെ ഒരു തരത്തിലുള്ള ഒരു തീരുമാനത്തിലേക്കോ ഒരു ആക്ഷനിലേക്കോ ഇതുവരെ പോയിട്ടില്ല എന്നതാണ് ഇതിന്റെ ഏറ്റവും വസ്തുതാപരമായ സങ്കടം. സത്യത്തിൽ ഈ തെരുവ് നായ്ക്കൾ എങ്ങനെയാണ് ഉണ്ടാകുന്നത് എന്നതാണ് നമ്മൾ ആദ്യം ചിന്തിക്കേണ്ടത്. ഈ തെരുവ് നായകളെ കൺട്രോൾ ഇപ്പൊ ആദ്യം ചെയ്യുന്ന ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്, ഇത് അതിനു മുന്നേ ഒരു തമാശ എനിക്ക് പറയാനുണ്ട്. പല പഞ്ചായത്തുകളും തെരുവ് നായ്ക്കളെ ഞങ്ങൾ പൂർണ്ണമായി ഇല്ലാതാക്കും എന്ന് പറഞ്ഞിട്ട് ഇലക്ഷന് വോട്ട് പിടിച്ച് ജയിച്ച പലരും ഉണ്ട്. ഇവിടെ പല പഞ്ചായത്തിലും ഉണ്ട്, പല പഞ്ചായത്തുകളും. ഇപ്പോ അവര് അധികാരത്തിൽ കയറി അതിനുള്ള ആക്ഷൻ എടുക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് എന്നെ ചിലർ വിളിക്കുന്നുണ്ട്. എന്ത് ആക്ഷൻ അവരെടുക്കുന്നു അറിയോ? അവരുടെ പഞ്ചായത്തിൽ തെണ്ടി നടക്കുന്ന നായ്ക്കളെ മുഴുവൻ ഒരു വണ്ടിയിൽ പിടിച്ചിട്ട് അപ്പുറത്തെ പഞ്ചായത്തിൽ കൊണ്ട് ഇറക്കി വിടുക. പരിപാടി നല്ല രസമല്ലേ? ഇതാണ് ഇപ്പോഴത്തെ ഒരു ആക്ഷൻ അവരുടെ. അപ്പോൾ ഇത്തരത്തിലുള്ള ആക്ഷൻ അല്ല നമുക്ക് വേണ്ടത്. നമുക്കിത് സ്ഥിരമായിട്ട് ഇല്ലാതാക്കുന്ന തരത്തിലുള്ള ഒരു ആക്ഷൻ ഉണ്ടാവണം. അത് എങ്ങനെയായിരിക്കണം, അത് എങ്ങനെ ആവണം എന്ന് പറഞ്ഞാൽ, നിലവിലുള്ള തെരുവ് നായ്ക്കളെ മുഴുവൻ പിടിച്ചിട്ട് ഒരു ഷെൽട്ടർ ഉണ്ടാക്കി അതിൽ കൊണ്ടാക്കി അവർക്ക് ഭക്ഷണം കൊടുത്ത് അവരവിടെ മെയിൻറ്റെയിൻ ചെയ്യണം. പിന്നെ പുതിയ തെരുവ് നായ്ക്കൾ ഉണ്ടാവാതിരിക്കാനുള്ള നിയമ നടപടികൾ വളരെ ശക്തമായിട്ട് ഇവിടെ നടപ്പാക്കണം. അതിന്റെ ഒന്നാം ഭാഗം എന്താണെന്ന് വെച്ചാൽ, ഈ നായ്ക്കളെ കച്ചവടം, അതായത് നായ്ക്കുട്ടികളെ ഉണ്ടാക്കി കച്ചവടം ചെയ്യുന്ന വലിയൊരു റാക്കറ്റ് ഇവിടെ എല്ലാ ടൗണുകളിലും കേന്ദ്രങ്ങളിലും നമുക്ക് കാണാൻ പറ്റും. ഇവർക്ക് എന്തിന്റെ ലൈസൻസ് ആണുള്ളതെന്ന്, ഇവർക്ക് വല്ല ലൈസൻസും ആരെങ്കിലും കൊടുക്കുന്നുണ്ടോ? അൽസേഷൻ നായ അല്ലെങ്കിൽ ഓമർമാൻ, മറ്റേ മാൻ എന്ന് പറഞ്ഞ് കുറെ നായക്കുട്ടികളുടെ ഫോട്ടോ കാണിച്ച് 1,50,000 എന്നൊക്കെ വില കാണിച്ച് ഇവരിങ്ങനെ വിൽക്കാൻ വെച്ചിട്ടുണ്ടായിരിക്കും. ഇത് പോയി വാങ്ങും. ആരാ വാങ്ങുക? പുതിയൊരു ലക്ഷറി വീട് വെക്കും. അപ്പൊ ഒരു വീടിന്റെ മുന്നിൽ ഒരു വലിയ നായക്കൂട് പണിയും. ആ നായക്കൂടിലൊരു വില കൂടിയ നായയെ വളർത്തണം. അതൊക്കെ സ്റ്റാറ്റസിന്റെ ഭാഗമായി ഈ സമൂഹത്തിന്റെ മുന്നിൽ കാണിക്കാൻ വേണ്ടിയിട്ട് ഏറ്റവും വില കൂടിയ ഒരു നായയെ പിടിച്ചുകൊണ്ടുവന്ന് ആ കൂട്ടിലിടും. 1-2 കൊല്ലമൊക്കെ എല്ലാവരും നന്നായി നോക്കൂ ഈ നായനെ. അതിനുശേഷം 3-4 കൊല്ലം കഴിയുമ്പോൾ പൂതി മതിയാവും. അപ്പൊ അവരെന്താ ചെയ്യുക? കാറിൽ പിടിച്ച് കയറ്റിയിട്ട് കുറെ ദൂരം ഓടിച്ചു പോയി എവിടെയെങ്കിലും ഇറക്കി വിടും. അങ്ങനെ ഇറക്കി വിടുന്ന നായയും പട്ടികളുമാണ് പിന്നീട് ഇങ്ങനെ അവ പ്രത്യുൽപാദനം നടത്തി വലുതായി കൂട്ടം കൂട്ടമായി മാറുന്നത്. പിന്നെ ഇതിന്റെയൊക്കെ പ്രധാന അപകടകരമായ കാര്യം, ഇന്ന് ഫുഡ് വേസ്റ്റ് വലിച്ചെറിയൽ കൂടുതലാണ്, പ്രത്യേകിച്ച് കേരളത്തില്. ഈ ഇന്ത്യയില് ഇന്ന് ഏറ്റവും കൂടുതൽ ഫുഡ് വേസ്റ്റ്, കഴിക്കുന്ന ഭക്ഷണത്തിന്റെ പകുതി വലിച്ചെറിയുന്ന സംസ്ഥാനം ഇന്ന് കേരളമാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോ നേരം വെളുക്കുമ്പോൾ വീടിന്റെ പരിസരത്ത് ഉള്ള ഈ വേസ്റ്റ് കൊണ്ട് തള്ളുന്ന വലിച്ചെറിയുന്ന സ്ഥലത്ത് ഈ നായ്ക്കൾക്ക് വേണ്ടത്ര സുഭിക്ഷമായി ഭക്ഷണം കഴിക്കാൻ കിട്ടും. ഇനി വേസ്റ്റ് വലിച്ചെറിയുന്ന കാര്യത്തിൽ ഒരു തമാശയുണ്ട്. ഇവിടെ വേസ്റ്റ് മാനേജ്മെന്റോ വേസ്റ്റ് എങ്ങനെ കളയണമെന്നോ അതിന് സിസ്റ്റമോ ഒന്നും തന്നെ സർക്കാരോ മുനിസിപ്പാലിറ്റിയോ പഞ്ചായത്തോ കോർപ്പറേഷനോ ശരിയായ രീതിയിൽ നടപ്പാക്കിയിട്ടില്ല. ഇവിടെ വേസ്റ്റ് കളയുന്നറിയോ? കാലത്ത് വീട്ടിലെ ഏതെങ്കിലും ഒരാള് 4 മണിക്കോ 5 മണിക്കോ നടക്കാൻ ഇറങ്ങുമ്പോൾ ഇവന്റെ 2 കൈയിലും
ഒരു കയ്യിൽ എന്തായാലും ഉണ്ടാവും ഈ വേസ്റ്റിന്റെ ഒരു കീസായിരിക്കും. ഈ വേസ്റ്റിന്റെ കീസുമായിട്ട് ഗേറ്റ് തുറന്ന് പുറത്ത് കടന്ന് ഇവൻ ഇതും തൂക്കി പിടിച്ചാണ് നടക്കുന്നത്. കാലത്ത് ഞാനതൊരു വീഡിയോ പിടിക്കണമെന്ന് ഇപ്പോഴും എന്റെ മനസ്സിലുണ്ട്. കാലത്ത് നടക്കാൻ പോകുന്നവന്റെ തുടക്കത്തിൽ അവന്റെ കയ്യിൽ ഒരു കീസ് കാണും. ഈ കീസ് പിടിച്ചിങ്ങനെ അവൻ ടെൻഷൻ അടിച്ച് നടക്കുക. ഇത് കയ്യിൽ നിന്ന് പോണവരെ ഇവന് ടെൻഷനാ. അപ്പൊ അപ്പുറത്തുനിന്ന് ആള് ഇങ്ങോട്ട് നടക്കുന്നുണ്ടാവും, അവന്റെ കയ്യിലും കാണും ഒരു കീസ്. ഇവര് രണ്ടുപേരും ഭയങ്കര വർത്തമാനമൊക്കെ പറയും. രണ്ടാളുടെ കയ്യിലും കീസാ, ആരും കാണാതെ ഇത് എറിയണം. അതിനാണ് ഇവരുടെ ബദ്ധപ്പാട്. അപ്പൊ ഇവൻ മുന്നോട്ട് നടക്കും, അവിടുന്ന് വന്നോ ഇവന്റെ വിപരീത ദിശയിൽ നടക്കും. അപ്പൊ നടക്കുമ്പോഴാണ് ഇവര് ഹലോ ഗുഡ് മോർണിംഗ് എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇവർ രണ്ടാളും നടക്കുക. ഇതിൽ തമാശ എന്താ വെച്ചെങ്കിൽ ഇവർക്ക് രണ്ടാൾക്കും അയാളുടെ വീടും അറിയില്ല, അയാൾക്ക് ഇയാളുടെ വീടും അറിയില്ല. ഇങ്ങനെ ഇവർ രണ്ടാളും കുറെ ദൂരം നടന്ന് അവസാനം ഈ പോയ ആൾ അവന്റെ വീട്ടിലും എറിയും, മറ്റേ ആൾ ഇവന്റെ വീട്ടിലും എറിയും. ഇതാണ് ഇവിടെ നടക്കുന്ന വേറെ ഒരു തമാശ. അപ്പൊ ശക്തമായിട്ട് ഈ വേസ്റ്റ് മാനേജ്മെന്റ് റോട്ടിൽ എറിയുന്നത് നിർത്തിയാൽ ഈ ഇത്തരത്തിലുള്ള ഒരുപാട് പ്രശ്നങ്ങൾ നമുക്ക് തീർക്കാൻ പറ്റും. തെരുവ് നായ്ക്കളുടെ എണ്ണം കുറയും. ഇന്നലെ മിനിഞ്ഞാന്ന് പേപ്പറിൽ ഒരു ന്യൂസ് കണ്ടു ഞാൻ. പാലക്കാട് ജില്ലയിൽ ഒരു 10-60 തെരുവ് നായ്ക്കൾ ചത്തു കിടക്കുന്നു. അതൊക്കെ ഭയങ്കര കഷ്ടമാണ്. ഇത് മിണ്ടാപ്രാണിയാണ്, ജീവനുള്ള ജീവികളാണ്. അവർക്ക് ഭക്ഷണത്തിൽ വിഷം വെച്ച് കൊടുത്തിരിക്കുകയാണ് ആരോ ആസൂത്രിതമായി ചെയ്തതാണ്. ഒന്നിച്ച് നായ്ക്കള് ഈ വേസ്റ്റിന്റെ അവിടെ വന്ന് മരിച്ചു കിടക്കണമെങ്കിൽ, ചത്ത് കിടക്കണമെങ്കിൽ അത് ആസൂത്രിതമായ, അതൊക്കെ അന്വേഷിക്കേണ്ട വിഷയം തന്നെയാണ്. എനിക്ക് തോന്നുന്നില്ല അത് ആരെങ്കിലും അന്വേഷിക്കുമോ, അതിന് കുറ്റക്കാരെ കണ്ടെത്തുമോ എന്ന് ഞാൻ പക്ഷേ ഈ വേസ്റ്റ് വലിച്ചെറിയുന്നതും ഈ നായകളെ വളർത്തി വിൽക്കുന്നതും ഈ നായയെ വളർത്തുന്നതും അതും ഒരു നിയമം കൊണ്ടുവരാനുണ്ട്. അതായത് ഇപ്പൊ ഒരാൾ ഒരു നായേനെ വളർത്താൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അതിന് നിർബന്ധമായിട്ടും ലൈസൻസ് എടുക്കണം. പഞ്ചായത്തിൽ നിന്നോ മുനിസിപ്പാലിറ്റിയിൽ നിന്നോ കോർപ്പറേഷനിൽ നിന്നോ എവിടെ നിന്നാണ് ചെയ്യുന്നത്. ആ ലൈസൻസ് എടുത്താലേ അവന് നായയെ വളർത്താൻ അനുവാദമുള്ളൂ. അത് ഒരു നായക്കുള്ള ലൈസൻസ് എടുക്കാം, അല്ലെങ്കിൽ 2 നായക്ക് ലൈസൻസ് എടുക്കാം. അതൊക്കെ മുനിസിപ്പാലിറ്റിയിൽ റെക്കോർഡ് വേണം. ഇനി ഇടയ്ക്കിടയ്ക്ക് വീടുകളിൽ സെൻസസിനും മറ്റും പോകുമ്പോൾ മനുഷ്യന്റെ സെൻസസ് എടുക്കുന്ന അതേ സമയത്ത് മൃഗങ്ങളുടെ സെൻസസ് എടുക്കണം. ഈ നായയുടെ അതിൽ പെട്ടിരിക്കണം. നായയുടെ സെൻസസ് കറക്റ്റ് ആയിരിക്കണം. എപ്പോ സെൻസസിന് ചെല്ലുമ്പോഴോ എന്തിനു ചെല്ലുമ്പോഴോ നായ അവിടെ ഉണ്ടോ എന്ന് ഈ മുനിസിപ്പാലിറ്റിയോ പഞ്ചായത്തിലെയോ അല്ലെങ്കിൽ കോർപ്പറേഷനിലെയോ ഉദ്യോഗസ്ഥര് ആ ബുക്കിൽ രേഖപ്പെടുത്തണം. ഇനി അഥവാ ഈ നായ മരിച്ചു പോയിട്ടുണ്ടെങ്കിൽ അതിന് മരണ സർട്ടിഫിക്കറ്റ് ഇതേ മുനിസിപ്പാലിറ്റിയും പഞ്ചായത്തും കോർപ്പറേഷനും അത് നിർബന്ധമായിട്ടും മരണ സർട്ടിഫിക്കറ്റ് അതിന് കൊടുക്കണം. ആ മരണ സർട്ടിഫിക്കറ്റ് ആ വീട്ടിൽ എടുത്തു വെക്കണം. അപ്പോ ഈ നായ വളർത്തിയവൻ ആ വളർത്തു നായ ചത്തു എങ്കിൽ അതിന്റെ സർട്ടിഫിക്കറ്റ് കാണിച്ചു കൊടുക്കണം. അങ്ങനെ കർശനമായിട്ട് നിയമങ്ങൾ നടപ്പാക്കിയാൽ ഈ തെരുവ് നായ്ക്കൾ ഇവിടെ ഇല്ലാതാക്കാൻ സാധിക്കും. പക്ഷേ അതിനുള്ള ഇച്ഛാശക്തി ഇവിടെ ഭരണത്തിൽ വരുന്നവന് വേണം. ഭരണത്തിൽ വരുന്നവൻ കസാര പിടിച്ച് കൊള്ള ചെയ്യലാണ് ഉദ്ദേശമെങ്കിൽ ഇത്തരത്തിലുള്ള സാമൂഹ്യപരമായ ഒരു നിയമങ്ങളും ഇവിടെ നടപ്പാക്കുകയില്ല. സാർ, ഇത്തരത്തിൽ ഈ പ്രശ്നത്തിന് ഇത് മാത്രമാണോ സാർ ഈ പറഞ്ഞതുപോലെ ഒരു മരണ സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കുക, അല്ലെങ്കിൽ അത്തരത്തിൽ നായകളെ വളർത്തുക? അധികാരത്തിൽ ഇരിക്കുന്നത് ആരായാലും അവർ ഇക്കാര്യത്തിൽ ഒരു പ്രത്യേക ശ്രദ്ധ നൽകുക എന്നതൊക്കെ മാത്രമാണോ ഇതിനുള്ള ഒരു പ്രശ്ന പരിഹാരം എന്ന് പറയുന്നത്? അല്ലാതെ ഇതിന് വേറെ തരത്തിലുള്ള ഒരു പരിഹാരവുമില്ല. നായയെ വളർത്തുക, എല്ലാവരും വളർത്തില്ല, വളർത്തുന്നവന് അതിന്റെ ലൈസൻസ് കൊടുക്കുക, വിൽക്കുന്നവനും ലൈസൻസ് കൊടുക്കണം. ഇത് വെറുതെ നായേനെ ഒരു പട്ടീനെയും വളർത്തി ഒരു 8-10 കുട്ടികളെയും ഉണ്ടാക്കി അതിങ്ങനെ ഇരുന്ന് വിൽക്കുന്ന പരിപാടി സ്റ്റോപ്പ് ചെയ്യണം. അവൻ വിറ്റ നായ ആർക്ക് വിറ്റു, അത് ലൈസൻസ് ഉള്ള ആൾക്കേ നായക്കുട്ടിയെ വിൽക്കാൻ പാടുള്ളൂ, ലൈസൻസ് എടുത്ത ആൾക്കേ കൊടുക്കാൻ പാടുള്ളൂ. അങ്ങനെ വളരെ സിസ്റ്റമാറ്റിക് ആയിട്ടൊരു നിയമം ഇതിൽ കൊണ്ടുവരണം. നായയെ വളർത്താൻ നായയെ വളർത്തി വിൽക്കാൻ ഒരു ലൈസൻസ് വേണം. വിൽക്കുന്നവൻ നായയെ വളർത്താൻ ലൈസൻസ് ഉള്ളവനെ ഇത് വിൽക്കാൻ പാടുള്ളൂ. അത് നമ്മൾ കാറ് ഓടിക്കണമെങ്കിൽ ലൈസൻസ് ഉള്ള ആൾ വേണ്ടേ, അല്ലാത്ത ആൾക്ക് ഓടിക്കാൻ പറ്റുമോ? ഇപ്പൊ ഗൾഫ് രാജ്യങ്ങളിലൊക്കെ കാറ് വാങ്ങുമ്പോൾ ലൈസൻസ് ആണ് ആദ്യം. ഇവിടെ അങ്ങനെ ഒരു സംഭവം ഇല്ല. ഇന്ത്യയിൽ ഇപ്പോഴും ആ സംഭവം ആയിട്ടില്ല. അതായത് നമ്മളൊരു കാറ് വാങ്ങുമ്പോൾ ആ കാറ് നമ്മുടെ പേരിൽ ഇഷ്യൂ ചെയ്യുമ്പോൾ
ആദ്യം അവിടെ കൊടുക്കേണ്ടത് ലൈസൻസാ. ഇവിടെ ചോദിക്കാറുണ്ടോ ആരെങ്കിലും? കാറ് വാങ്ങുമ്പോ ലൈസൻസ് ചോദിക്കാറുണ്ടോ? ഒന്നും ചോദിക്കാറില്ല. ആധാർ കാർഡും അഡ്രസ്സും ഉണ്ടായ ഇവിടെ കാറ് കിട്ടി, ആരെങ്കിലും ഓടിച്ചാൽ മതി ഇവിടെ. പക്ഷെ അവിടെ ഒന്നും അത് പറ്റില്ല. അപ്പോ ഇവിടെ കുറെ നിയമപരമായിട്ട് കുറെ കാര്യങ്ങൾ ചെയ്യാനുണ്ട്. നായയെ വിൽക്കുന്നവന് ലൈസൻസ് വേണം. നായ വാങ്ങുന്നവന് അത് നായ വളർത്താനുള്ള ലൈസൻസ് വേണം. നായ വളർത്തിക്കൊണ്ടിരിക്കുമ്പോൾ അത് ട്രാൻസ്ഫർ ചെയ്യുക. അതായത് ചിലപ്പോൾ ഒരു കൊല്ലം കഴിഞ്ഞിട്ട് അവന് മടുത്തു വിചാരിക്കുക, എനിക്കിത് ഇനി മതി എന്ന് വിചാരിക്കുക. അപ്പൊ വേറെ നായ വളർത്താൻ താല്പര്യമുള്ള ഒരാളെ കണ്ടെത്തിയാൽ ഇത് മുനിസിപ്പാലിറ്റിയോ പഞ്ചായത്തിന്റെയോ അറിവോടെ ആയിരിക്കണം ആ ട്രാൻസ്ഫർ ചെയ്യേണ്ടത്. അങ്ങനെ വളരെ സുതാര്യമായൊരു നിയമം ഇവിടെ നടപ്പാക്കിയാൽ ഈ തെരുവ് നായ എന്നുള്ള സംഭവമേ ഇല്ല. ആ കൂട്ടത്തിൽ ഈ വേസ്റ്റ് കൊണ്ടുപോയി വലിച്ചെറിയുന്നതും വളരെ ശക്തമായ നിയമത്തിൽ കൂടെ അതും കൺട്രോൾ ചെയ്യണം. സർ, ഈ പ്രശ്നത്തിന് ഒരു പൂർണ്ണ പരിഹാരം അല്ലെങ്കിലും ഒരു താൽക്കാലിക ആശ്വാസം എന്ന് പറയുന്നതാണ് വാക്സിനേഷൻ എന്ന് പറയുന്നത്. ഇത് നമുക്ക് എങ്ങനെ പ്രാബല്യത്തിൽ കൊണ്ടുവരാൻ സാധിക്കും? ഇതിലെ ഏറ്റവും സങ്കടകരമായ ഒരു അവസ്ഥയാണ് ഈ നായ കടിച്ചാൽ എടുക്കുന്ന വാക്സിനേഷൻ. ഇതാണ് ഞാൻ വളരെ പ്രധാനമായിട്ട് കേരള സർക്കാരിന്റെ ശ്രദ്ധയിൽ കൊണ്ടുവന്ന ഒരു വിഷയം. കാരണം 2014 തൊട്ട് 2014 മുതൽ 2026 വരെ വാക്സിനേഷൻ, അതായത് നായ കടിച്ചതിന് ശേഷം വാക്സിനേഷൻ എടുത്ത 4000-ഓളം ആൾക്കാർ മരിച്ചിട്ടുണ്ട്. അതായത് വാക്സിനേഷൻ എടുത്തിട്ട് പേ ഇളകി മരിച്ചിട്ടുണ്ട്. അപ്പൊ അത് എന്തായിരുന്നു എന്ന് അന്വേഷിച്ചു നോക്കുമ്പോഴാണ് ഞാൻ അതിൽ വളരെ വ്യക്തം അത് കണ്ടെത്തിയത്. അത് എന്തായിരുന്നു എങ്കിൽ, ഇവിടെ വാക്സിനേഷൻ പ്രൈവറ്റിലും കിട്ടും, സർക്കാർ സ്ഥാപനങ്ങളിലും കിട്ടും. ജില്ലാ ആസ്പത്രി, മെഡിക്കൽ കോളേജ്, ഡിസ്പെൻസറി, ആയുർവേദം എന്ന് പറയുന്നത് നമ്മുടെ ലോക്കൽ ഡിസ്പെൻസറി ഉണ്ട്, പഞ്ചായത്തിലൊക്കെ ഉണ്ട്. അവിടെയൊക്കെ പോയാൽ ഈ ഇഞ്ചക്ഷൻ ചെയ്യാൻ പറ്റും. നായ കടിച്ചത് അത് ഫ്രീ ആണ്. പക്ഷെ ഈ ഇഞ്ചക്ഷൻ പ്രൈവറ്റിൽ പോയി ചെയ്യുമ്പോൾ 25,000 റുപ്പീസ് അതിന് വരും. അപ്പൊ നായ കടിച്ചാൽ ആദ്യം നമ്മളൊരു ഡോക്ടറെ എടുത്ത് ചെല്ലും. അപ്പൊ ഡോക്ടർ നായ കടിച്ചു പറഞ്ഞ ഒന്നും ആലോചിക്കില്ല, വേഗം പോയി ഒരു വാക്സിനേഷൻ എടുത്തോ എന്ന് പറയും. അപ്പൊ സ്വാഭാവികമായിട്ട് കാശ് ഉള്ളവനും ഫ്രീ കിട്ടുന്നിടത്തേക്ക് ഓടും. അതാണ് ഇവിടുത്തെ രസം. നേരെ മറിച്ച് പ്രൈവറ്റിൽ പോയി എടുത്താൽ 25,000 കൊടുത്ത് എടുത്താൽ നല്ല വാക്സിനേഷൻ ചെയ്യാൻ പറ്റും. ഈ ഗവൺമെന്റിലെ വാക്സിനേഷൻ നല്ല വാക്സിനേഷൻ എന്ന് പറയാതിരിക്കാൻ കാരണം എന്താണെന്ന് വെച്ചാൽ, ഈ വാക്സിനേഷൻ സ്റ്റോർ ചെയ്യുന്നത് 100% ഫുൾ ടൈം AC അല്ലെങ്കിൽ കോൾഡ് സ്റ്റോറേജിൽ ഇരിക്കണം. എന്നാലേ ആ മരുന്നിന് വാല്യൂ ഉള്ളൂ, അല്ലെങ്കിൽ ആ മരുന്നിന്റെ ഗുണം പോവും. അപ്പോൾ ഈ ഗവൺമെന്റ് സ്ഥാപനങ്ങളിൽ കറണ്ട് പോവും, ചിലപ്പോൾ ഫ്രീസർ വർക്ക് ചെയ്യില്ല, അല്ലെങ്കിൽ ഫ്രിഡ്ജ് വർക്ക് ചെയ്യില്ല, അവിടെ ഈ മരുന്ന് എടുത്തു വെക്കും. അപ്പൊ നമ്മൾ നായ കടിച്ചു എന്ന് പറഞ്ഞ് ഓടിച്ചെന്ന അവിടെ ഇഞ്ചക്ഷൻ എടുക്കുന്ന കമ്പൗണ്ടറോ അവരാരും ഒന്നും ശ്രദ്ധിക്കില്ല, വേഗം ഒരെണ്ണെടുത്ത് നമ്മളെ കുത്തിവിടും. അപ്പൊ നമ്മൾ ആ വാക്സിൻ എടുത്ത് സന്തോഷത്തിൽ നമ്മൾ പോവുകയും ചെയ്യും. പക്ഷെ എല്ലാ നായ്ക്കൾക്കും വിഷമുണ്ടായിക്കൊള്ളുന്നില്ല. വളരെ ദുർലഭ നായ്ക്കൾക്കാണ് വിഷമുള്ളൂ. പക്ഷെ ആ വിഷമുള്ള നായ കടിച്ചതാണെങ്കിൽ ഈ ഇഞ്ചക്ഷൻ കൊണ്ട് കാര്യമില്ല, അവൻ വിഷം ഇളകും. വിഷം ഇളകി കഴിഞ്ഞാൽ വേറെ മരുന്നില്ല, മരണമാണ് അടുത്ത വഴി. അപ്പോ അങ്ങനെ 4000-ഓളം ആൾക്കാരാണ് ഇവിടെ മരിച്ചിട്ടുള്ളത് വാക്സിനേഷൻ എടുത്തിട്ട്. അതിൽ പലർക്കും പ്രൈവറ്റിൽ പോയി കാശ് കൊടുത്ത് ഇഞ്ചക്ഷൻ വാക്സിനേഷൻ ചെയ്യാൻ കഴിവുള്ള ആൾക്കാരായിരുന്നു. പക്ഷെ അന്നത്തെ ആ ഒരു പറയില്ലേ, ഫ്രീ കിട്ടുമ്പോ എല്ലാവരും അതിന്റെ പിന്നാലെ ഓടുമല്ലോ, അങ്ങനെ സംഭവിച്ചതാണ്. ഇതാണ് ഞാൻ മുഖ്യമന്ത്രിയുടെ ശ്രദ്ധയിൽ പെടുത്തിയപ്പോ ഇതിനെ എന്ത് ചെയ്യും ചോദിച്ചു. അതിന് ഒറ്റ വഴിയേ ഉള്ളൂ, ഈ മരുന്ന് കൊണ്ടുപോയി സ്റ്റോക്ക് ചെയ്യുന്ന പ്രാദേശികമായിട്ട് നിർത്തുക. ജില്ലാ തലത്തിൽ ഒരു സ്ഥലത്ത് മാത്രം കറണ്ട് പോവാതെ ഫുൾ വർക്ക് ചെയ്യുന്ന ഫ്രീസർ വെച്ച് അതിൽ സ്റ്റോക്ക് ചെയ്യുക. അല്ലാതെ ഇതിന് വേറെ, എനിക്ക് തോന്നുന്നത് അത് ഭാഗികമായിട്ട് നടപ്പാക്കിയിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം ഇപ്പോൾ വാക്സിൻ സ്റ്റോറേജ് വണ്ടി എന്ന് പറഞ്ഞിട്ട് ഇതിനൊക്കെ ഓടുന്നത് കാണാനുണ്ട്. അപ്പോൾ പ്രാദേശികമായിട്ട് ഉള്ള പഞ്ചായത്തിലെ ഒരു ഡിസ്പെൻസറിക്ക് ഒരു വാക്സിനേഷൻ ആവശ്യമുണ്ടെങ്കിൽ ജില്ലാ ആസ്പത്രിക്ക് വിവരം കൊടുത്ത് അത് കൊണ്ടുവന്ന് കൊടുത്ത് ഇഞ്ചക്ഷൻ എടുക്കുക. അങ്ങനെ ഒരു സിസ്റ്റമാറ്റിക് ആയി പോയാൽ കുറെ ജീവൻ നമുക്ക് രക്ഷിക്കാൻ പറ്റും. അത്രേ ഇതിന് പറയാൻ പറ്റും.
എന്തായാലും തെരുവ് നായ ശല്യം അതിരൂക്ഷമാവുകയാണ്. ജയശങ്കർ സാർ പറഞ്ഞതുപോലെ വാക്സിനേഷൻ എടുക്കുന്ന കാര്യത്തിൽ, അതുപോലെ തെരുവ് നായകളെ പുനരധിവസിപ്പിക്കുന്ന കാര്യത്തിൽ ഇത്തരത്തിലൊക്കെ അധികൃതർ പ്രത്യേക ശ്രദ്ധ ചെലുത്തേണ്ടുന്നതാണ്. കൊച്ചുകുട്ടികളെ പോലും വളരെ ഭയപ്പെടുത്തുന്ന തരത്തിലുള്ള വീഡിയോകളും ദൃശ്യങ്ങളും ഒക്കെ സോഷ്യൽ മീഡിയകളിൽ തെരുവ് നായ ആക്രമണത്തിന്റേത് വ്യാപകമായി പ്രചരിക്കുന്നുണ്ട്. ഇതിൽ നിന്നൊരു രക്ഷ എന്ന് പറയുന്നത് വളരെ വളരെ അടിയന്തരമായ പൊതുജനങ്ങളുടെ ഒരു ആവശ്യമായി, ഒരു നീഡായി മാറിക്കഴിഞ്ഞു എന്നുള്ളതാണ്. വ്യക്തമാണ്. താങ്ക് യു സർ.